നമസ്തേ. ജനിച്ചു വീണ കുഞ്ഞ് കരയാൻ തുടങ്ങുന്നത് മുതൽ ഒരുപാട് വിശ്വാസ പ്രമാണങ്ങൾ കണ്ടും കേട്ടും തൊട്ടറിഞ്ഞും രുചിച്ചറിഞ്ഞും സ്വാംശീകരിക്കുന്നുണ്ട്. കരഞ്ഞാൽ പാല് കിട്ടും, കരഞ്ഞാൽ ശ്രദ്ധ കിട്ടും, എന്നെ സ്നേഹിക്കുന്ന കരുതുന്ന ആരൊക്കെയോ എൻ്റെ ചുറ്റിലുമുണ്ട്. വാക്കുകളില്ലാതെ ഭാഷയില്ലാതെ ചുറ്റുപാടുകളോട് സംവദിച്ചുകൊണ്ടാണ് കുഞ്ഞു വളരുന്നത് തന്നെ. ഈ കിട്ടുന്ന അറിവുകളെല്ലാം അപ്പടി സംശീകരിക്കുകയല്ല, അത് ചിട്ടയായി അടുക്കി അനുഭവത്തിൽ നിന്ന് പഠിച്ച് അതിനെ ഒരു അരിപ്പയിലൂടെ എന്നവണ്ണം ഫിൽറ്റർ ചെയ്ത് ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് മനുഷ്യരെക്കുറിച്ച് ഒരു പുതിയ കാഴ്ചപ്പാട് വളർത്തിയെടുക്കുകയാണ്. ഈ പരിണമിച്ച വിശ്വാസ പ്രമാണങ്ങളാണ് പിന്നീടുള്ള ജീവിതയാത്രയിൽ നമ്മുടെ ബുദ്ധിക്ക് നിർദ്ദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വിശ്വാസ പ്രമാണങ്ങൾ എത്രത്തോളം ശക്തമാണോ നമ്മുടെ ബുദ്ധിയിലേക്ക് കൊടുക്കുന്ന നിർദ്ദേശങ്ങളും അതുപോലെയോ അതിലും ഒരു പടി കൂടി ഗൗരവത്തിലോ ആയിരിക്കും. ഏകദേശം 50-60 കൊല്ലം മുമ്പുള്ള കാലഘട്ടത്തിൽ അച്ഛനമ്മമാർ കുട്ടികൾക്ക് കളിപ്പാട്ടം വാങ്ങിക്കൊടുക്കുന്ന പതിവ് സാധാരണ വീടുകളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ചോദിക്കുന്ന പതിവ് കുഞ്ഞുങ്ങൾക്കും ഉണ്ടായിരുന്നില്ല. ബുദ്ധി വികസിക്കാൻ പല നിറത്തിലും രൂപത്തിലുമുള്ള കളിപ്പാട്ടങ്ങൾ കുട്ടികൾക്ക് ആവശ്യമാണെന്ന് ചിന്താഗതികളൊന്നും അന്ന് പ്രാബല്യത്തിൽ വന്നിരുന്നില്ല. കുട്ടികൾക്ക് അത്യാവശ്യം ആഹാരവും പഠിക്കാൻ പുസ്തകങ്ങളും വാങ്ങിക്കുന്നത് തന്നെ ഭാരിച്ച ഉത്തരവാദിത്തമായിരിക്കുമ്പോൾ കളിപ്പാട്ടങ്ങൾക്ക് വേണ്ടി പണം ചിലവാക്കാൻ ആർക്കൊക്കെ സാധിക്കും? വീണ് കിട്ടുന്ന പ്ലാവിലയും ഓലയും ഈർക്കിലിയും ഉപയോഗിച്ച് പന്തും പീപ്പിയും കുഞ്ഞിക്കലങ്ങളും പോലീസ് തൊപ്പിയും ബെൽറ്റും വരെ ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടെ കളിക്കുന്ന മുതിർന്ന ചേട്ടന്മാരോ ചേച്ചിമാരോ ഒക്കെ ആയിരിക്കും. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ആർഭാടങ്ങൾ ഒട്ടുമില്ലാതെയും പണച്ചിലവില്ലാതെയും ബുദ്ധി വികസിക്കാനുള്ള ഒരുപാട് വിദ്യകൾ നമ്മുടെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് എത്ര അത്ഭുതത്തോടെ ഓർക്കുകയാണ്. ആ സ്നേഹവാത്സല്യങ്ങളിൽ ഉണ്ടായിരുന്ന വിശുദ്ധിയും എത്രയോ ഉയർന്ന വിശ്വാസ പ്രമാണങ്ങളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. 3 വയസ്സുള്ള കുഞ്ഞിനെ മുതൽ 70 വയസ്സ് കഴിഞ്ഞ വൃദ്ധയെ വരെ പീഡിപ്പിക്കുന്ന അളവിലേക്ക് വിശ്വാസ പ്രമാണങ്ങൾ തകർന്നു പോകുന്ന ഒരു കാലഘട്ടത്തിലാണല്ലോ നാം ജീവിക്കുന്നത്. അതിൻ്റെ മാനസിക വ്യതയോടെ തന്നെ ഇതെല്ലാം ഒരു അത്ഭുതം പോലെ നോക്കിക്കാണുകയാണ്. ജീവിതത്തിൽ ഏതുയർച്ചയിലേക്ക് നടന്നു കയറാനും ഏതഗാധ ഗർത്തത്തിലേക്ക് വീണടിയാനും ഈ സ്വാംശീകരിച്ച വിശ്വാസ പ്രമാണങ്ങളാണ് വഴിയൊരുക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ നാം ആരായിത്തീരും, എങ്ങനെയുള്ള വ്യക്തിയായിത്തീരണം എന്ന് തീരുമാനിക്കുന്ന ഓൺ ഓഫ് സ്വിച്ചുകളാണ് നമ്മുടെ ഇപ്പോഴത്തെ ബിലീഫ് സിസ്റ്റം, വിശ്വാസ സംഹിതകൾ. ഇതൊരു തിരിച്ചറിവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട പടി ഇത് എത്രയും വേഗം നമ്മൾ മനസ്സിലാക്കുക എന്നതാണ്. പ്രാധാന്യം മനസ്സിലാക്കിയാലേ തിരുത്തലുകൾ സാധ്യമാകൂ. എന്നിട്ട് വേണം നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ശക്തവും സമ്പുഷ്ടവുമായ വിശ്വാസ പ്രമാണങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ. ഒരുപാട് വ്യക്തികൾ ശരിയായ ദിശയിലേക്ക് ചുവടുമാറി കഴിയുമ്പോൾ സമൂഹവും രാജ്യവും രാഷ്ട്രങ്ങളും പുനരുജ്ജീവിക്കുക തന്നെ ചെയ്യും. ഏത് വിശ്വാസ സംഹിതയാണോ എൻ്റെ ജീവിതത്തെ അല്പമെങ്കിലും ഉയരാൻ സഹായിക്കുന്നത്, എൻ്റെ ചുറ്റുമുള്ളവരെ ഒരു പടി കൂടി ഉയർത്താൻ സഹായിക്കുന്നത്, എന്നാൽ അത് നമുക്ക് മുറുകെ പിടിക്കാം. നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്ന 7 വിശ്വാസ പ്രമാണങ്ങളെ കുറിച്ച് ചിന്തിക്കാം. ഒന്നാമത്തേത്, എവ്രിതിങ് ഹാപ്പൻസ് ഫോർ എ റീസൺ ആൻഡ് എ പേർപ്പസ് ആൻഡ് ഇറ്റ് സെർവ്സ് അസ്. സംഭവിച്ചതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക്, സംഭവിക്കാൻ പോകുന്നതും നന്മയ്ക്ക്. നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ പറ്റാത്ത ഏതോ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്തു സംഭവിച്ചാലും അമിതമായി നിരാശപ്പെടാനോ ഉത്കണ്ഠപ്പെടാനോ നിൽക്കരുത്. അത് നന്മയ്ക്കായി തന്നെ തിരിഞ്ഞു വരും എന്ന് വിശ്വസിക്കണം. രണ്ടാമത്തെ കാര്യം, ജീവിതത്തിൽ തോൽവി എന്ന ഒരു കാര്യമില്ല. എല്ലാം ചെയ്ത പ്രവർത്തികളുടെ ഫലവും തിരിച്ചറിവുകളും മാത്രം. എന്തുകൊണ്ടോ നമ്മുടെ സംസ്കാരത്തിൽ തോൽവിയെ വളരെ ഭയക്കേണ്ട കാര്യമായാണ് കരുതിപ്പോരുന്നത്. അതിനെ തിരിച്ചറിവായി ഏറ്റെടുത്താൽ മാത്രമേ എൻ്റെ ആക്ഷൻ പ്രവർത്തികളിൽ എന്തെല്ലാം മാറ്റം വരുത്തിയാൽ എനിക്ക് ജയിക്കാൻ കഴിയും എന്ന് ചിന്തിക്കാനാവൂ. ചിന്തിച്ചാൽ തീർച്ചയായും ഒരു പുതിയ സെറ്റ് ഓഫ് ഐഡിയാസ് നിങ്ങളുടെ ബുദ്ധിയിലേക്ക് തള്ളിക്കയറി വരിക തന്നെ ചെയ്യും. കഴിഞ്ഞ തവണത്തേതിൽ നിന്നും വ്യത്യസ്തമായ ഒരു റിസൾട്ട് കിട്ടണമെങ്കിൽ ഇതിൽ നിന്ന് ഏത് വഴി തിരഞ്ഞെടുക്കണം, എങ്ങനെ പ്രവർത്തിക്കണം, എത്ര സമയം ഇതിനായി നീക്കിവെക്കണം, എന്തെല്ലാം തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും.
മൂന്നാമത്തെ കാര്യം, വാട്ട് എവർ ഹാപ്പൻസ് ടേക്ക് റെസ്പോൺസിബിലിറ്റി. നിങ്ങൾ കാര്യങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെ തിരിച്ചെഴുതാൻ തുടങ്ങുകയാണ്. ഇതുവരെയുള്ള സാഹചര്യങ്ങളെയോ മാതാപിതാക്കളെയോ കൂട്ടുകാരെയോ അധ്യാപകരെയോ കുറ്റപ്പെടുത്തി ഒഴിഞ്ഞു മാറാനോ ഒഴുക്കിനൊത്തുമാത്രം നീന്താനോ തയ്യാറായി ജീവിതം വൃഥാവാക്കാൻ നിങ്ങൾ ഒരുക്കമല്ല. കടിഞ്ഞാൺ നിങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ സകല ശക്തിയും ഉപയോഗിച്ച് വ്യത്യസ്ത വഴികൾ കണ്ടുപിടിച്ച് സമയം യുക്തമായി ചെലവഴിച്ച് ഒരു മാറ്റത്തിന് സജ്ജമായി കഴിഞ്ഞു. എൻ്റെ സാഹചര്യങ്ങളെയോ മാതാപിതാക്കളെയോ അധ്യാപകരെയോ മാറ്റാൻ എനിക്ക് സാധിക്കില്ല. പക്ഷേ എന്നെ മാറ്റാൻ എനിക്ക് സാധിക്കും. എനിക്കേ സാധിക്കൂ. എന്തെന്നാൽ ഞാൻ ജയിക്കാൻ തീരുമാനമെടുത്തവനാണ്. എൻ്റെ ബുദ്ധി അപ്പോൾ ഉത്തേജിക്കപ്പെടുകയും എനിക്ക് പൊട്ടൻഷ്യലായ ധാരാളം ഐഡിയകൾ പുറപ്പെടുവിക്കുകയും ചെയ്യും. ഏറ്റവും യുക്തമായത് തിരഞ്ഞെടുത്ത് പ്രാവർത്തികമാക്കേണ്ടത് ഞാൻ മാത്രമാണ്. നാലാമത്തെ വിശ്വാസം, ഒരു കാര്യം പ്രാവർത്തികമാക്കണമെങ്കിൽ അതിൻ്റെ 100% കാര്യങ്ങളെക്കുറിച്ചും എനിക്ക് അറിവുണ്ടാകണമെന്നില്ല. സാംശീകരിച്ചതിന് ശേഷമേ പ്രവൃത്തി തുടങ്ങാനാവൂ എന്ന ശാഠ്യവും ആവശ്യമില്ല. പ്രവർത്തിക്കുന്നതിനനുസരിച്ച് വഴികളും വിവരവും തെളിഞ്ഞു വരികയാണ്. പരീക്ഷണങ്ങളിലൂടെ തെറ്റുകൾ തിരുത്തി മുന്നേറുകയാണ് വേണ്ടത്. അഞ്ചാമത്തെ കാര്യം, നമ്മുടെ ഏറ്റവും വലിയ കർമ്മമേഖല മനുഷ്യർ തന്നെയാണ് എന്നതാണ്. മനസ്സിൻ്റെ ഉള്ളറകളിൽ നിന്ന് നിങ്ങൾക്ക് സ്നേഹവും ബഹുമാനവും തോന്നുന്നത് ആരോടാണ്? നിങ്ങളെ സ്നേഹിച്ചവരെയും കരുതിയവരെയും നിങ്ങളുടെ മൗന നൊമ്പരങ്ങളെ തൊട്ടറിഞ്ഞവരെയും തന്നെ. നിങ്ങളെ നിങ്ങളുടെ ഭവനത്തിലായാലും ജോലിസ്ഥലത്തായാലും നിങ്ങളെ ചേർത്ത് നിർത്തുന്നവർ തന്നെ. അവിടെ അവർ ഞാനും നീയും എന്നല്ല പറയുക, ഞങ്ങളും നിങ്ങളുമെന്നും പറയുകയില്ല. നമ്മൾ എന്ന വാക്കാണ് ഉപയോഗിക്കുക. പറയുന്നവനെയും കേൾക്കുന്നവനെയും ഒരേ കുടക്കീഴിൽ ചേർത്ത് പിടിക്കുമ്പോൾ അവിടെ ജയിക്കുന്നത് കുടുംബമാണ്, സ്ഥാപനമാണ്, നാടാണ്, രാഷ്ട്രമാണ്, ലോകമൊട്ടാകെയാണ്. ആറാമത്തെ കാര്യം, ചെയ്യുന്ന പ്രവൃത്തി എന്തായാലും അത് സന്തോഷത്തോടെ ചെയ്യുക എന്നതാണ്. വിശ്വപ്രസിദ്ധനായ ചിത്രകാരൻ പിക്കാസോയുടെ വാക്കുകൾ, വെൻ ഐ വർക്ക് ഐ റിലാക്സ്. അതെ, റിലാക്സ് ചെയ്ത് വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും നല്ല അമൂർത്തമായ സൃഷ്ടികളായി മാറുന്നു. മാർക്ക് ട്വെയിൻ പറഞ്ഞതുപോലെ, ദ സീക്രട്ട് ഓഫ് സക്സസ് വാസ് ടു മേക്ക് യുവർ വൊക്കേഷൻ യുവർ വെക്കേഷൻ. നിങ്ങളുടെ ജോലി നിങ്ങളെ ബോറടിപ്പിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിൽ പണം സമ്പാദിക്കാൻ കൂടി ഉതകുന്ന ഒരു ഹോബി കൂടി പരിശീലിക്കുക. സാവധാനം നിങ്ങളുടെ ഹോബിയെ ജീവിതവൃത്തിക്കുള്ള സന്തോഷകരമായ തൊഴിൽ മേഖലയിലേക്ക് ചുവടുമാറ്റം നടത്താം. ഒരു കർഷകൻ സ്വന്തം കൃഷിഭൂമിയെ തൻ്റെ തന്നെ ഒരു എക്സ്റ്റൻഷനായി കാണാൻ തുടങ്ങുന്ന സുന്ദരമായ ചിത്രം ലിയോ ടോൾസ്റ്റോയുടെ യുദ്ധവും സമാധാനവും എന്ന പുസ്തകത്തിൽ വരച്ചു കാട്ടുന്നുണ്ട്. കൃഷിയിടങ്ങളിലെ ചെടികളിൽ വിരിയുന്ന പൂവിനെയും അത് കായായി വിരിയുന്നതിനെയും ഉൾപുളകത്തോടെ തൻ്റെ തന്നെ ഒരു നേർപകർപ്പായി വളരുകയാണ് കർഷകൻ. ഏഴാമത്തെ വിശ്വാസം, അർപ്പണബോധമില്ലാതെ ഒരു വിജയിയും ഉണ്ടാകുന്നില്ല എന്നതാണ്. പലപ്പോഴും വിജയികളെ നോക്കിയാൽ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലാകും. അയാൾ അസാമാന്യ ബുദ്ധിശാലിയോ അതിശക്തനോ ഒന്നുമല്ല, എന്നാൽ അവർ പൂർണ്ണ അർപ്പണബോധമുള്ളവരാണ്. ഒരു നിമിഷം പോലും മാറ്റിവെക്കാതെ നിങ്ങളുടെ ലക്ഷ്യത്തെ നിങ്ങൾ പിന്തുടരുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും. ഇന്റർനാഷണലി ഫേമസ് ആയ ദ ഗ്രേറ്റ് റഷ്യൻ ബോൾ ഡാൻസറായ അന്ന പൗലോവയുടെ വാക്കുകളാണിവ. 1881 ജനിച്ച് പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കപ്പെട്ട ഒരു ബാല്യകാലമാണ് അന്നയ്ക്ക് വിധിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അവരുടെ നിശ്ചയദാർഢ്യവും അർപ്പണബോധവുമാണ് 1909 സ്വന്തമായി ഒരു ട്രൂപ്പ് തുടങ്ങുന്നതിനും ലോകം മുഴുവൻ സഞ്ചരിച്ച് അത്ര പ്രശസ്തയായ ബാൾ ഡാൻസറായി അവരെ ഉയർത്തുകയും ചെയ്തത്. യെസ്, ടു ഫോളോ യുവർ എയിം വിതൗട്ട് എനി ഹോൾട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് സക്സസ്. ഈ വാക്കുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് തോന്നുന്നെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.